ആ പട്ടി പോലും വീട്ടിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടക്കും. അതാണ് ആ ടെൻഡർ ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യേണ്ട സമയം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മസ്രിയ സാറ എസേവ്. മൂന്നാമത്തെ സ്റ്റേജിൻ്റെ അകത്ത് അപ്പോൾ ഇതിലൊക്കെ ആദ്യം ഏറ്റവും സ്പ്രൗട്ട് വീണ്ടും ജനനത്തിന് മുമ്പേ ഒരു ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവം എന്താ സോവേഴ്സ് നമ്മളെന്തോ നല്ല നിലത്ത് വേണം വിത്ത് വരും. നമുക്ക് വേണ്ടി ദൈവം ഫർണമെൻസും ലൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ലൈറ്റിന് കൊണ്ട് നമ്മൾ കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഫർണമെൻസ് വെച്ചു. നമുക്ക് വെള്ളത്താൽ സോക്ക് ചെയ്ത ഒരു ഭൂമിയെ നമുക്ക് കിട്ടി, വളക്കൂറുള്ള ഭൂമിയെ കിട്ടി. മനസ്സിലായോ? നല്ലൊരു വളക്കൂറുള്ളൊരു വളമയമുള്ളൊരു ഭൂമിയെ കിട്ടി. ഇനിയും വിത്ത് നമ്മൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്, ജോണിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തിട്ടില്ലെങ്കിൽ വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയാണ്. നമ്മൾ പുറമേ ചത്തില്ലെങ്കിൽ അകമേ ചത്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ മനസ്സിലായോ? അപ്പം പണ്ട് ഒരു ദേവദാസൻ പറഞ്ഞതുകൊണ്ട് ഈ ചത്തവനെയും ചാകാത്തവനെയും ഈ ചാകാൻ പോകുന്ന അവസ്ഥയിൽ ചത്തവനുണ്ടല്ലോ എപ്പോഴും സന്തോഷിക്കും, എപ്പോഴും മുന്നോട്ട് കയറണമെന്നായിരിക്കും. ഈ ചാകാൻ കിടക്കുന്ന ആൾ എപ്പോഴും അവിടെ ഇവിടെ ഇങ്ങനെ കിടന്ന് പടച്ചുകൊണ്ടിരിക്കും. മീനുകളുടെ അവസ്ഥ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ശരിക്കും ചാകാത്തവൻ എങ്ങനെയായിരിക്കും? ഫ്രീസർ വിശ്വാസി എന്നാണ് പറയുന്നത്. ഒരിടത്തെത്തി അവിടെ എത്തിക്കോളും. മനസ്സിലായി? എന്നിട്ട് ഇരുന്ന് ശല്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം എന്ന് ഒരു ദൈവദാസൻ പണ്ട് പറയണ്ടായി. അപ്പോൾ അന്ന് പറഞ്ഞത് നെൽമണി അല്ല, ഗോതമ്പ് മണി നിലത്ത് വീണ്. ഗോതമ്പെന്ന് പറയുന്നത് നല്ല ഫൈനസ്റ്റ് ഗ്രെയിനാണ് ഇസ്രായേലെ. ബാർലി ഗോതമ്പുമാണ് അവരുടെ. ബാർലി ഹാർവെസ്റ്റ്, വീറ്റ് ഹാർവെസ്റ്റ്. നെൽമണി നമ്മളെ നല്ലൊരു ഫൈനസ്റ്റ് പ്രീമിയം നെൽമണിയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ നെൽമണി നിലത്ത് വീണ് ചത്തെങ്കിലേ ഉള്ളൂ. ചത്തില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വന്ന് ഓരോന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ അകത്തിരിക്കുന്നതെല്ലാം വെളിയിൽ വരികയും ഒക്കെ ചെയ്യും. ഫുള്ള് ചാകണം. മനസ്സിലായി? ഒന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചത്ത് കഴിഞ്ഞ് അടുത്ത വീണ്ടും ജനനം, അത് കഴിഞ്ഞ് ലിറ്റിൽ ഫെയ്ത്ത്, അത് കഴിഞ്ഞ് ഉള്ള സ്റ്റേജാണ് ഡിസൈപ്പിൾഷിപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതും പഠിച്ചതും കേട്ടതും എല്ലാം മറ്റുള്ളവരോട് പറയുക. നമ്മുടെ ജീവിതത്തിൽ പ്രാഗൽഭ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ അതാദ്യം ഇത് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കൂടെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. മേക്ക് ഡിസൈപ്പിൾസ്. കമാൻഡ്മെൻറ്റ് എന്തോ, നിങ്ങൾ കാത്തിരുന്ന ശക്തിയെ ഭാവിച്ചിട്ട് ഭൂമിയുടെ അറ്റത്ത് പോകണം. ഭൂമിയുടെ അറ്റത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെങ്കിലും എന്തോ മദർ തെരേസ പറയുന്നത്, നിങ്ങൾക്ക് 100 പേർക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിലും ഒരാൾക്കെങ്കിലും ഫുഡ് കൊടുക്കുക. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ 100 പേരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വയമായിട്ടെങ്കിലും രക്ഷപ്പെടുക. മനസ്സിലായി? ആ ഒരു സ്റ്റേജാണ് ഇത് പറയുന്നത്. വളർച്ചയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പഠിച്ചതും പറഞ്ഞ കാര്യം, ഡിസൈപ്പിൾഷിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. മനസ്സിലായി? അപ്പം ഈ ഒരു 3 സ്റ്റേജിലായിട്ട് വരും. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 1 കൊരിന്ത്യർ 2-ാം അധ്യായം 3-ാം അധ്യായം പ്രാകൃതനും ജഡികനും ആത്മീയനും തമ്മിലുള്ള ഒരു ഇത് കാണിക്കുന്ന ഇതാണ് പറഞ്ഞത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ഫുഡ് തരാൻ എനിക്ക് ഇതുവരെയും കഴിയത്തില്ല. പക്ഷേ ഇവരെപ്പറ്റി പറയുന്നത് ഇവർക്ക് എല്ലാ ആത്മീയ വരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇതുവരെയും കട്ടിയായിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. ദേ ആർ സ്റ്റിൽ ശിശുക്കളാണ്. പാല് മാത്രമേ കൊടുക്കാൻ പ്രായമുള്ളൂ. ഓക്കെ, വളർച്ച എത്തുക. ഓക്കെ, അതിന് അടുത്ത വരുന്ന മച്യൂരിറ്റി, ഫ്രൂട്ട് ട്രീ, മച്യൂരിറ്റി. എൻ്റെ ദൈവമേ, ഇതൊരു എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഡിസൈപ്പിൾഷിപ്പിന് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ അടി കിട്ടും. നമ്മളെ ആൾക്കാർ കുറ്റം പറയും. ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അന്നേരം വാടിപ്പോകരുത്. നമുക്ക് കഷ്ടതകളുണ്ടാകും, ഫൈനാൻഷ്യൽ ഇത് ഉണ്ടാകും. അന്നേരം വാടിപ്പോകാതെ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് വചനം പറയുന്നത് കൊലോസ്യർ 2:7 അധ്യായത്തിൻ്റെ റൂട്ടഡ് ഇൻ ഹിം, വേരൂന്നു, അതേപോലെ ബിൽഡപ്പ് ഇൻ ഹിം. വേരൂന്നി യേശു ക്രിസ്തുവിൽ ബിൽഡ് ചെയ്യുക. മനസ്സിലായോ?
അപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും കാട്ടി ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള നമുക്ക് പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു. മനസ്സിലായി? അപ്പം ആ ഒരു മച്യൂരിറ്റിയിലെത്തുക. മനസ്സിലായി? അപ്പം മച്യൂരിറ്റിയിലെത്താൻ നമ്മൾ മുമ്പ് മോശയപ്പച്ചൻ്റെ കാര്യം ആദ്യം ദൈവത്തോട് പാപം ചെയ്തു, പിന്നെ അഹരോൻ്റെ കാര്യത്തിൽ ദേഷ്യപ്പെട്ടു, പിന്നെന്താ പറ്റി, പിന്നെ ഒറിജിനൽ റിയൽ ട്രബിൾ വന്നപ്പം ഫുൾ മച്യൂരിറ്റി കാണിച്ചു. അപ്പം നാളെ ആൾക്കാർ വന്നു, ആൾക്കാരെന്നെ അഗ്രിഗേറ്റ് ചെയ്തു, അല്ല അവരുടെ ജീവിതം ഇങ്ങനെ, അവരിങ്ങനെ പറഞ്ഞു, മറ്റേവർ പറഞ്ഞു, അങ്ങനെ ഓടേണ്ട ജീവിതമല്ല നമ്മൾ. അന്നേരം തളരേണ്ടതും അന്നേരം വചനം എടുത്ത് വെട്ടാൻ പോകേണ്ടതുമല്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്തോ ഈ ദേവദാസന്മാരെയൊക്കെ വടക്കേന്ത്യയിലൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് വി ഷുഡ് ഡൂ സംതിങ്. എൻ്റെ പൊന്നു ദൈവമക്കളെ, അവർ ആ വചനം എടുത്തുകൊണ്ട് ഇറങ്ങി എന്തിനാ ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിറങ്ങി. നമ്മളിവിടെ ഇരുന്ന് ഇപ്പം പത്രോസിനെയും ഷീലാസിനെയും തോന്നുന്നു പത്രോസിനെയും കാരാഗ്രഹത്തിലിട്ടപ്പം സഭ എന്തോ ചെയ്തേ, ഇരുന്ന് പ്രാർത്ഥിക്കുക ചെയ്തേ. അല്ലാതെ യുഎസ് കൗൺസിലേറ്റിൽ പോയി ആ പത്രോസിനെ ഇറക്കി കൊണ്ടുവരാനൊന്നും നോക്കിയില്ല. ചെയ്തെന്തോ, പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. നമ്മൾ യുഎസ് കൗൺസിലേറ്റിൽ പോയി ഇത് ചെയ്യേണ്ടത്. ദാറ്റ് ഷോസ് അവർ മച്യൂരിറ്റി. മനസ്സിലായി? എത്രമാത്രം ഒരു മച്യൂരിറ്റിയാണ് ചെയ്യുക. ഇപ്പം വീണ്ടും ജനിച്ച എല്ലാം ഇതായിരിക്കും, പക്ഷേ മച്യൂരിറ്റി എത്താൻ, ലൈക്ക് ഒരു ക്രിസ്ത്യൻ മച്യൂരിറ്റി എത്താൻ ഇച്ചിരി പ്രയാസമാണ്. അത് കിട്ടാനും പ്രയാസമാണ്. അത് നല്ല അനുഭവത്തിൽ കൂടെ കടന്നു പോയി ആ ഒരു ഇത് കാണിച്ചെങ്കിൽ മച്യൂരിറ്റി എത്തത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജാണ് ഫ്രൂട്ട് ബെയറിങ് എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കപ്പെടുന്നത്. ഇത് മച്യൂരിറ്റി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു കണ്ടിട്ടുണ്ട് ഞാൻ. ഇത് ഫ്രൂട്ട് ബെയർ ചെയ്യുന്നത്, ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെ വായിക്കുന്നത്, ഗലാത്യ ലേഖനത്തിനകത്ത് വായിക്കുന്നത് 5:22 മുതലുള്ള വാക്യത്തിനകത്ത് വായിക്കുന്നത് ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, അതെല്ലാം. അതിന് മുമ്പേ കുറേ ലിസ്റ്റ് പറയും. നിങ്ങളിൽ ദുർഗാമ, വിഗ്രഹാരാധന, അങ്ങനെയുള്ള ഒന്നും, ജാരശങ്ക, ദോഷം, ഇതൊന്നും കാണില്ല. ഇങ്ങനെയുള്ളവരെന്തോ കൊടുക്കും, ഇൻഹെറിറ്റ് ചെയ്തില്ല. ആദ്യം നമ്മൾ കണ്ടു, പിന്നെ എൻ്റർ ചെയ്തു, പിന്നെന്താ ഇൻഹെറിറ്റ് ചെയ്യണം, കൈവശമാക്കണം, അവകാശമാക്കണം. എന്താ നിങ്ങൾ പറയുന്നത് മത്തായിയുടെ സുവിശേഷം സെർമൺ ഓൺ ദ മൗണ്ടിൻ്റെ അത് പറയും, നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുക, കൈവശമാക്കുക. മനസ്സിലായോ? സോ ത്രൂ ദിസ് മച്യൂരിറ്റി കൂടെ ഫ്രൂട്ട് ബെയറിങ് എന്ന് പറയും. ഞാൻ ഇല്ലാത്ത ആൾക്കാരിലും കണ്ടിട്ടുണ്ട്, ഫ്രൂട്ട് ബെയർ ചെയ്യുന്ന ആൾക്കാരിലും മച്യൂരിറ്റി ഇല്ലാതെ കണ്ടിട്ടുണ്ട്. അപ്പം എനിവേ, മച്യൂരിറ്റി ഒരു ട്രീ ആവുക, അത് കഴിഞ്ഞ് ഫ്രൂട്ട് ബെയർ ചെയ്യുക. മനസ്സിലായി? ഏറ്റവും അവസാനത്തെ രണ്ടെണ്ണം എന്ന് വെച്ചാൽ, ഒന്ന് അടുത്ത തലമുറയെ, നമ്മുടെ മക്കളെ ആയാലും മറ്റേ ആൾക്കാരെ ആയാലും മറ്റുള്ള ആൾക്കാരുടെ ഏതെങ്കിലും രീതി അവരെ നടത്തുക. മനസ്സിലായി? അവരെ വഴി നടത്തുക. ഗോസ്പലിൽ കൂടെ, സുവിശേഷത്തിൽ കൂടെ, നമ്മുടെ വളർച്ചയിൽ കൂടെ. നമ്മളുടെ ജീവിതം ഒരു ഇമ്പാക്റ്റ്ഫുള്ളായിരിക്കണം. നമ്മൾ എൻ്റെ ദൈവമേ രാവിലെ ഇത് വരണമല്ലോ, അത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെ എന്നും കരഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ, എനിക്കുള്ള എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ചൊരു കാര്യങ്ങൾ, ആദ്യമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കരച്ചിലാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മനസ്സിലായി? ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം അങ്ങനത്തെയൊക്കെ അനുഭവങ്ങളുണ്ടായിട്ട്, അപ്പോൾ കരഞ്ഞുകൊണ്ടും ഒന്നും ചെയ്യാതെ നമ്മളുടെ ജീവിതം, ഇപ്പം ദൈവം നമ്മളോട് പറഞ്ഞു. ഇപ്പം ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചപ്പം എനിക്ക് ദേവദാസന്മാർ എന്നോട് പറയുമായിരുന്നു, മോഹമൊക്കെ കഴുകി ഒന്ന് വൃത്തിയായിട്ട് വന്ന് ഒരു വെള്ളം ഉടുപ്പിട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുമായിരുന്നു. അപ്പം എനിക്ക് അന്ന് എപ്പോഴും ഒരു ബ്രൗണ്, ഒരു ബ്ലൂ, ഒരു റെഡ്, പിന്നെ വൺസ് ഇൻ എ വൈൽ ഒരു ബ്ലാക്ക്, ഈ ഉടുപ്പുകളായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, വെള്ളം ഉടുപ്പിട്ടാലേ ഇതാകത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറയും. സംഹാവ് ദേവദാസന്മാരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. സംഹാവ് എനിക്ക് ദൈവാത്മാവ് എന്നോട് എന്നിൽ ഇത് ചെയ്തു. എനിക്ക് ആ ഇമ്പോർട്ടൻസ് കാണിച്ചു തരും. എനിക്ക് പിൽക്കാലത്ത്
അത് പ്രാബല്യത്തിലാക്കുകയും ചെയ്യും. ഇപ്പം വലിയ കാര്യങ്ങളല്ല, കൊച്ചു സ്മോൾ കാര്യമാണ്, പക്ഷേങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം സ്മോൾ കാര്യം. പക്ഷേ അത് എനിക്കൊരു ഞാൻ ആദ്യമായിട്ട് ഇത് വെള്ളം ഒടുപ്പിട്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് കളിയാക്കേ കേട്ടത്തുള്ളായിരിക്കും. പക്ഷേങ്കിൽ എനിക്ക് കിട്ടിയത് നല്ല കുറ്റങ്ങളും കുറവുകളും എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മോഡിലോട്ടാണ് വന്നത്. ഞാൻ ഓർത്ത് ആദ്യം അത്ര കളിയാക്കൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷേങ്കിൽ എനിക്ക് വന്നത് അറ്റാക്കിങ് മോഡിലോട്ടായിരുന്നു വന്നത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ദൈവമേ, ഇതിട്ടുകൊണ്ട് തന്നെ കുഴപ്പം, വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? ഒരു വെള്ളം എടുപ്പിട്ട എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഇടാൻ ഉള്ളൊരു സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എൻ്റെ അനുഭവം ഷെയർ ചെയ്യാൻ എനിക്കുള്ള സ്വാതന്ത്ര്യമില്ല, വാട്ട്സ് റോങ് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞപ്പം അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണ്, എതിർപ്പ്. പക്ഷേ ആ സമയം കളിയാക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ കാര്യം പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന്. അപ്പം എനിക്ക് കിട്ടിയത് ഓപ്പോസിറ്റ് കിട്ടിയ നല്ല ശക്തമായിട്ടുള്ള എതിർപ്പുകളായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടെന്തോ പറ്റി, അതിൽ ഉറച്ച് നിൽക്കുവാൻ സാധിച്ചു. ഞാൻ പിന്നെ അത് ഒരു ലോ ആക്കാൻ വേണ്ടി നോക്കി എൻ്റെ വീട്ടിൽ എല്ലാവരും പറഞ്ഞു തരുന്നു. പക്ഷെ പെട്ടെന്ന് അടുത്ത സെമസ്റ്ററിൽ ഞങ്ങളെ പഠിപ്പിച്ചത് TS Abraham ഭാഷയായിരുന്നു, സിസ്റ്റമാറ്റിക് തിയോളജിയാണ് പഠിപ്പിച്ച്. ദേവദാസൻ പഠിപ്പിച്ചപ്പം വെയിൻ ഗ്രൂഡത്തിൻ്റെ ബുക്കായിരുന്നു ഞങ്ങൾ റെഫർ ചെയ്തത്. അന്നേരം ആ ദേവദാസിൻ്റെ ബുക്കാണ്, ബൈബിളാണ്, ESV ട്രാൻസ്ലേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെയിൻ ഗ്രൂഡത്തിൻ്റെ അപ്പം നമുക്ക് വായിക്കാനുള്ള ബുക്കുകളൊക്കെ കിട്ടി. അപ്പോൾ അതിരുന്ന് വായിക്കുകയും അതേപോലെ ദേവദാസിൻ്റെ വീഡിയോ ഒക്കെ കാണും. അപ്പം ദേവദാസൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് എന്നതിൽ കൂടെ എനിക്ക് മനസ്സിലായി, ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കാര്യം ഞാനത് യൂണിവേഴ്സലാക്കി, ആരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാനിടയായി. ദൈവം എന്നോട് സംസാരിച്ച കാര്യമല്ലേ, ലൈക്ക് മേക്ക് ഇറ്റ് എൻജോയബിൾ. എനിക്ക് കിട്ടിയത് ഒരു നുഖം കഠിനമാക്കാതെ ഭാരമായി തോന്നാതെ മേക്ക് ഇറ്റ് എൻജോയബിൾ. അന്നേരം ഇങ്ങനെയൊക്കെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഹിന്ദു വെജിറ്റേറിയൻ ആൾക്കാർ. സോ കൊച്ചു കാര്യമാണ്, ആദ്യം എതിർപ്പുകളുണ്ടായി, അതിനെ ദൃഢപ്പെടുത്തി നൗ മേക്ക് ഇറ്റ് എൻജോയബിൾ. ഈ വസ്ത്രത്തിൽ കൂടെ ദൈവത്തെ സ്തുതി കൊടുക്കും, മനസ്സിലായി? അപ്പം മച്ചോട്ടി ഇല്ലാതെ ഞാൻ വാടിപ്പോയി, മനസ്സിലായി? അടുത്ത സീഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് അവരെ കാണിച്ചു കൊടുക്കും ആ വസ്ത്രം ഹൗ എൻജോയബിൾ ഇറ്റ് ഈസ്. പലരും പേടിക്കുമോ ഈ വസ്ത്രം ഇടാൻ, മനസ്സിലായി? ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ വിലയും ആ ഒരു ഇതും അറിയത്തില്ല. അപ്പം യു ഷോ ഇറ്റ് ടു അതർ പീപ്പിൾ, ഡോണ്ട് സേ ഇറ്റ്, ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു ഇതാക്കണ്ട, ഒരു യൂണിവേഴ്സൽ ലോ ആക്കണ്ട, മനസ്സിലായി? എൻ്റെ ഭാര്യയും പിള്ളേരെയും ഒന്നും നിർബന്ധിച്ച് ഇടിപ്പിക്കണ്ട. You just do it what you supposed to do it and make it enjoyable. Let them see it and let them follow you. മനസ്സിലായി? അതാണ് വെയിൻ ഗ്രൂഡും ആ ദേവദാസിൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ പറഞ്ഞു. അപ്പം എനിക്കപ്പോൾ നല്ലതായിട്ട് തോന്നി. അതേപോലെയുള്ള ഇതാണ്, വാട്ടെവർ നിങ്ങൾ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും വാടിപ്പോകാതെ മച്ചോട്ടി വന്നതിന് ശേഷം ആ കാര്യം നിങ്ങൾ മേക്ക് ഇറ്റ് എൻജോയബിൾ. യേശു ക്രിസ്തുവിനെ ആണെങ്കിലും പ്രസംഗിക്കുന്നതിൽ കൂടെ നിങ്ങൾ എൻജോയ്, മറ്റുള്ളവരെ കുത്തി പറയാതെ മേക്ക് ഇറ്റ് എൻജോയബിൾ. ശരിക്കും അങ്ങോട്ട് നിങ്ങളുടെ എൻജോയ് കാണുമ്പോൾ അവർ തന്നെ മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി വന്നോളും, മനസ്സിലായി? ഏതൊരു കാര്യം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആ കാര്യം മേക്ക് ഇറ്റ് എൻജോയബിൾ. ഇപ്പം നമ്മുടെ സ്തോത്രങ്ങളായാലും സ്തുതികളായാലും എന്തുവായിരുന്നാലും മേക്ക് ഇറ്റ് എൻജോയബിൾ റാദർ ദാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുന്ന രീതി പറയാതെ മേക്ക് ഇറ്റ് എൻജോയബിൾ. ലുക്ക്, അത് മറ്റുള്ളവർ കാണട്ടെ. അവർ ചിലപ്പം എഗ്രി ചെയ്യത്തില്ലായിരിക്കും ഇത് പിൽക്കാലത്ത്. ലെറ്റ് ദ ഹോൾ സ്പിരിറ്റ് വർക്ക് ഇൻ ദം. നമ്മളൊന്നും പറയാൻ പോകണ്ട, മനസ്സിലായി? അപ്പം ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ഒരു മങ്കി ഫോളോ ചെയ്ത്, ഇപ്പം ഒരു മങ്കി ഫോളോ ചെയ്താൽ മറ്റുള്ള എല്ലാ മങ്കികളും ഫോളോ ചെയ്തു. ഇപ്പം ഈ നാഷണൽ ജിയോഗ്രഫി കാണുമ്പം ഈ മാറ റിവർ കടക്കാൻ ക്രോക്കഡോയിൽ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള നദിയാണ്. അപ്പം അത് കടക്കാൻ ഒരു വിൽഡർബീസിനോ സീബ്രയ്ക്കോ ആദ്യം പ്രയാസമാണ്. ഒരാൾ കടന്നാണ്ടല്ലോ ബാക്കി ആ ഗ്രൂപ്പ് മൊത്തം പുറകെ പോയിക്കോളും, മനസ്സിലായി? എന്ന് പറയും ഈ ക്രോക്കഡോയിൽ ഇൻഫെസ്റ്റഡ് മാറ റിവറിൽ എന്തെങ്കിലും
വൺസ് യു മേക്ക് ഇറ്റ് എൻജോയബിൾ. അതേപോലെ ഇപ്പം സങ്കീർത്തനത്തിൻ്റെ അകത്തും 84 സങ്കീർത്തനകത്തും എന്താ കണ്ണീരിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും അതിനെ ജലാശയമാക്കി മേക്ക് ഇറ്റ് എൻജോയബിൾ. മനസ്സിലായോ? അതാണ് അത് നെക്സ്റ്റ് ജനറേഷനിലോട്ട് പകർന്നു കൊടുക്കുക. യു ഡു ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എൻജോയബിൾ റാദർ സ്റ്റാപ്പ് ക്രൈങ്, സ്റ്റാപ്പ് മനസ്സിലായി കംപ്ലൈനിങ്, സ്റ്റാപ്പ് ഡൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്, ദെൻ മേക്ക് ഇറ്റ് എൻജോയബിൾ. മനസ്സിലായി? അന്നേരം ആ ജനറേഷൻ അത് കണ്ട് നമ്മളെ ഫോളോ ചെയ്തു. ഓക്കെ. പിന്നെ ലാസ്റ്റ്